വേദിയിൽ എന്ന പോലെ സദസ്സിലും നമുക്ക് വിശിഷ്ടാതിഥികളുണ്ട്. 2 വാക്ക് സംസാരിക്കാനായി നമുക്ക് എത്രയും പ്രിയപ്പെട്ട അലിയാസ് സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ശ്രീമാൻ വേണുവിനെ എത്രയോ വർഷമായി എനിക്കറിയാം. ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അഭിനയിക്കാൻ പോയതായിരുന്നില്ല. അദ്ദേഹം ഒരു ടെലിഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ മറ്റൊരാവശ്യമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അവിടെ പോയതാണ്. അങ്ങനെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സേതുവിൻ്റെ കഥകൾ ചെയ്യുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കഥകളിൽ ഞാനായിരുന്നു പ്രധാന കഥാപാത്രം എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. പിന്നീട് വേണു ചെയ്ത എത്രയോ ഡോക്യുമെൻ്ററികളിൽ കമൻ്ററി പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലും എഴുതിയിട്ടുള്ളത് അജിത്ത് അവരുകളാണ്. അങ്ങനെ വേണുമായിട്ട് വളരെ അടുത്ത സൗഹൃദം വളരെ കാലമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നടക്കുന്നു എന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. തരപ്പെടുമെങ്കിൽ ഇതുവഴി വരണം എന്ന് വന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു. നിശ്ചയമായും ഈ അക്ഷരം കൊണ്ട് ജീവിക്കുന്ന എന്നെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വലിയ ഭാഗ്യം നൽകുന്നതാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പുസ്തകം എഴുതുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എഴുതുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം സമയം കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. വളരെ നന്ദി അലിയാസ് സാർ. അടുത്തതായി ട്രിവാൻഡ്രം ഫിലിം ഫെറ്റേണിറ്റിയുടെ സെക്രട്ടറി ആയ ശ്രീ കല്ലിയൂർ ശശി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, വേണുവിനെ എനിക്ക് വളരെ കാലമായി അറിയുന്ന ആളാണ്. പക്ഷേ വളരെ ആഴത്തിലുള്ള അറിവൊന്നുമില്ല, യാഥാർത്ഥ്യമുള്ള. പക്ഷെ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഈ സാംസ്കാരിക പരമായി എഴുത്തുപരമായി എല്ലാത്തിനും ഭയങ്കര തിരക്കാണ് എന്നെനിക്കറിയാം. പക്ഷെ തിരക്കിനിടയിൽ തൻ്റെ ഉൾക്കാഴ്ചകളെ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു ബുക്ക് എഴുതിയത് വളരെ ആശ്ചര്യജനകമാണ്. അതിന് സമയം കണ്ടെത്തിയത്. ഇവിടെ മറ്റുള്ളവർ ആ ബുക്കിനെ പറ്റി വളരെയധികം സംസാരിച്ചു. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒരു അറിവ് വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, നാളേക്കുള്ള കാഴ്ചപ്പാട്, അല്ലെന്നുണ്ടെങ്കിൽ ദീർഘമായ ഒരു നാളത്തേക്കുള്ള കാഴ്ചപ്പാട്, സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകാൻ കഴിയട്ടെ, ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ബുക്ക് എഴുതിയ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ശശി സാറിന് നന്ദി. പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ കിളിപ്പാനൂർ രാമവർമ്മ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായ എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇങ്ങനെ പെട്ടെന്ന് 2 വാക്ക് പറയാൻ വിളിക്കുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നതല്ല. വേണുചേട്ടൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ക്ഷണിച്ചു, സംസാരിക്കാന്ന് എനിക്ക് എന്താ പറയുക വേണുചേട്ടനെ കുറിച്ച്. ഇവിടെ ബഹുമാനരായ എല്ലാ വ്യക്തിത്വങ്ങളും ഞാൻ ഒരുപാട് പുസ്തക റിലീസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തക റിലീസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിക്കേണ്ടവർ അല്ലെങ്കിൽ വാക്കുകൾ പറയേണ്ടവർ, അവരുടെ വാക്കുകൾ ഇന്ന് ഇവിടെ കണ്ടത് എനിക്കറിയില്ല. ശ്രീനിവാസ സാറിൻ്റെ തുടക്കം, സാർ തൊട്ട് ഇപ്പോൾ സംസാരിച്ചു പോയ ബഹുമാന്യ വ്യക്തി അടക്കം ഈ ബഹുമാന്യരായ ഇവരുടെയൊക്കെ വാക്കുകൾ അത് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു ഭാഷയാണ് അത്! അനർക്കളം പ്രവഹിക്കുക. ഇവരുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. വേണിച്ചേട്ടൻ എഴുതിയിട്ടിരിക്കുന്ന ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല സത്യം, അതിനി വായിക്കണം. പക്ഷേ ഇവരെല്ലാവരും വായിച്ചതിന് ശേഷം അവർ പറയുന്ന വാക്കുകൾ, ആ ബുക്കിലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അവരുടേതായ രീതിയിൽ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നു, ഒരു ഇൻസൈറ്റ്, ഉൾക്കാഴ്ച.
വേണിച്ചേരൻ എഴുതിയതുപോലെ ആ ഉൾക്കാഴ്ച ഓരോരുത്തർക്കും എല്ലാവരും വളരെ ഗംഭീരമായ ഉൾക്കാഴ്ചകളുള്ള വ്യക്തികളാണ് ഇവർ. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പലതും പഠിക്കുകയാണ്. ഈ പുസ്തക റിലീസിൻ്റെ പ്രത്യേകത, ഇന്നത്തെ പുസ്തക റിലീസിൻ്റെ ഏറ്റവും വലിയൊരു ധന്യത അതുതന്നെയാണ്. ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകം എനിക്ക് തന്നത്. പിന്നെ പുസ്തകം ഓഫ് കോഴ്സ് വേണിച്ചേരൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതെനിക്ക് ജലസമാധി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായതാണ്. വേണിച്ചേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും പ്രത്യേക സാഹചര്യത്തിലാണ്. എൻ്റെ മഹാനായ പൂർവ്വപിതൃവിനെ നമസ്കരിക്കുന്നു. രാജാ രവിവർമ്മ, ഗ്രേറ്റ് ആൻസസ്റ്റർ, അദ്ദേഹത്തിൻ്റെ 176 ജന്മദിനം എന്താ വരുന്നു ഏപ്രിൽ 29. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബയോഎപ്പിക്. അങ്ങനെയാണ് വേണിച്ചേട്ടൻ വരുന്നത്. ഗുർദീപ് ജിയിലൂടെയാണ് വേണിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. ഗുർദീപ് ജി അരൂപ് കൊട്ടാരത്തിൽ വന്നിരുന്നു. എന്തായാലും വേണിച്ചേട്ടൻ പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ആ ഡോക്യുമെൻ്ററിയിലും അദ്ദേഹം ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആശയവിനിമയം നടത്തി. അത് നല്ലൊരു ഗംഭീരമായൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു രവിവർമ്മയെ കുറിച്ചിട്ടുള്ളത്. അല്ല, അഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ജലസമാധി ചെയ്യുമ്പോൾ എന്നെ വിളിച്ചു, വർമാജി ചെയ്യണം, ഇതിൻ്റെ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും അപ്പോഴാണ് ഞാൻ വേണിച്ചേരനെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ സ്പിരിച്വലാണ്. ഞാൻ ആദ്യം കണ്ടത് അങ്ങനെയല്ല. ഈ കമ്പോസിങ് സമയത്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ വരുമല്ലോ. നമ്മൾ ഈ ഡയറക്ടറുടെ ഒരു വ്യൂ പോയിന്റിനനുസരിച്ചായിരിക്കും നമ്മുടെ കമ്പോസർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ചില സമയത്ത് വേണിച്ചേരൻ പറയും, വർമാജി എന്തെങ്കിലുമൊക്കെ ഇത് ഇഷ്യൂസ് എന്തും വരുമ്പോൾ നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം. ഇതൊക്കെ സ്റ്റുഡിയോയിൽ ഇരുന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സാധാരണ ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി ജീവിതത്തിൻ്റെ ഈ സമസ്ത മേഖലകളിലുമൊക്കെയുള്ള ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. അതുതന്നെ ആയിരിക്കണം ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് വിശ്വാസമുണ്ട്. അത് സിനിമയായിക്കോട്ടെ, ആധ്യാത്മികത ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, എന്തുമാവട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, എല്ലാം. എന്തായാലും ഈ പുസ്തകം ഞാൻ തീർച്ചയായിട്ടും വായിക്കും. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിലെ ഉൾക്കാഴ്ചകളുമായിട്ട് സമരസപ്പെടട്ടെ. നമ്മുടേതായ ഉൾക്കാഴ്ചകളിലൂടെ നമുക്ക് ആ പുസ്തകത്തിനെ വായിക്കാം, കൂടുതൽ അറിവിലേക്ക് പോകാം. ഒരുപാട് സന്തോഷം എന്നെ ക്ഷണിച്ചതിലും. എൻ്റെ ഈ പുസ്തകം നല്ല രീതിയിൽ എല്ലാവരും വായിക്കട്ടെ, എല്ലാവർക്കും അറിവ് പകരട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി തമ്പുരാൻ. അടുത്തതായി പ്രശസ്ത സംവിധായകൻ ശ്രീ സദാശിവൻ നീലകണ്ഠനെ ക്ഷണിച്ചുകൊള്ളുന്നു. 1 മിനിറ്റ് സംസാരിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വി ഓൾ നോ ദാറ്റ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ബട്ട് വിൽ ജസ്റ്റ് മേക്ക് ദിസ് വെരി ക്വിക്ക്. Good evening. Mr. Venu actually stands out from all the filmmakers of India because he belongs to that 1% among them who have the courage to put their ideas and visions and insights in black and white. What I noted was this peculiarity and uniqueness that his personality possesses among all the filmmakers that I have come across in my life. There is one little error here. I am no director or film producer. I review films for the international audience. I am a writer, certainly. So I would like, with your permission, to blog about this particular book's contents for the wider audience of the world, which comes to about 1 million. Thank you. Thank you so much, sir. And last but never the least, I would like to call upon to the stage Mr. Vinu Abraham, screenwriter as well. നമ്മുടെ ലാസ്റ്റ് സ്പീച്ചാണ്. ഇതും കൂടെ കഴിഞ്ഞ് വി ആർ വൈൻഡിങ് അപ്പ്. റിഫ്രഷ്മെൻറ്റ്സ് ആർ ഓൾസോ കെപ്റ്റ് ഔട്ട് സൈഡ്. സോ ജസ്റ്റ് സ്റ്റേ വിത്ത് അസ്. താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം. അപ്പോൾ ഭരതവാക്യം ചൊല്ലുക എന്ന കടമ നിർവഹിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ ഭരതവാക്യം ചൊല്ലുക, ആ കടമ വേഗം നിർവഹിക്കാം. വേണുവിനെ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. വേണുവിനെ അതിവിടെ എനിക്ക് തോന്നുന്നു, പക്ഷേ വേണു ഒരു പുതിയ റോളിലാണ്. അതായത് ഇതുവരെ നമ്മൾ ടെലിഫിലിം മേക്കർ,
ഡോക്യുമെൻ്ററി മേക്കർ, ഫീച്ചർ ഫിലിം മേക്കർ, ഈ തലങ്ങളിലെല്ലാം വേണു വളരെ സുപരിചിതനാണ്, അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇതൊരു മറ്റൊരു റോളിലേക്ക് വേണു മാറിയിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ എഴുത്തുകൊണ്ട് മാത്രം, അക്ഷരങ്ങൾ കൊണ്ട് മാത്രം, അത് സാഹിത്യത്തിലായാലും സിനിമയിലായാലും അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ജീവിതോപായം നടത്തുന്ന എനിക്കൊക്കെ ഒരു ഭീഷണിയാകില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം വേണുവിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ വളരെ പ്രോളിഫിക്കാണ്. കാരണം അങ്ങനെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വർക്കുകൾ ഇങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ട് നമുക്കറിയാം, ദൃശ്യരംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പുസ്തകങ്ങളുടെ രംഗത്ത് ഞാൻ സാമാന്യം പ്രോളിഫിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഈ രംഗത്ത് അദ്ദേഹം വളരെ പ്രോളിഫിക്കായി തീരുമോ എന്നൊരു സംശയമുണ്ട്. തീരണം, അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രംഗത്ത്, ഒരു കലയുടെയും അതിൻ്റെയും ഒക്കെ രംഗത്ത് പ്രശോഭിക്കുന്ന ഒരാൾക്ക് മറ്റൊരു രംഗത്തും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാകുകയും അവിടെ വളരെ സർഗാത്മകമായിട്ട് സഫലമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്താൽ യാതൊരു അത്ഭുതവുമില്ല. വേണുവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ഈ ഒരു രംഗത്തും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ അക്ഷരങ്ങളുടെ ലോകത്തും വേണുവിനെ വളരെ ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. ഈ പുസ്തകത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ആ പുസ്തകത്തിനും എല്ലാ സ്നേഹാശംസകളും നേരുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിന് വേണുവിനും മറ്റ് പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രശസ്തരെ, വേണു സാറിനുമായിട്ട് ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അമൃത ടി വിയിൽ സാറ് പ്രോഗ്രാം ചീഫായിരിക്കുന്ന സമയത്ത് ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട ഒരു ആളുകൾ ആണ് ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. അന്നും സീരിയലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേണു സാറ് പറയും, സജിനെ ഇനി വരാൻ പോകുന്ന സീരിയലുകൾ ഇന്ന രീതിയിലാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥകൾ ഈ രീതിയിലായിരിക്കണമെന്ന് അന്നേ പറഞ്ഞു തന്ന ഒരു ശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിജയ ഫോർമുല സാറ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ ഈ ബുക്ക് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ സാറിന് നൽകുകയാണ്. നന്ദി, നമസ്കാരം. ഇവിടെ വന്ന് 2 വാക്ക് പങ്കുവച്ച എല്ലാവർക്കും നന്ദി. We are almost winding up the function, so moving on to the vote of thanks. And to extend the vote of thanks, I'd like to invite Ms. Gayatri. So we are calling it a day, and this has been a very amazing event, and I would like to thank Shri T.P. Srinivasan Sir, Shri R. Sanjayan, Professor Dr. Ajit Kumar, Shri Rajiv Gopalakrishnan, and all of us, all of you guys who are present with us today for gracing us with your amazing presence and making this event a huge success. We couldn't have done it without you all. And I thank each and every one of you for joining us in this joyous occasion, making this event a big success. And this event was meant to be a very personal and intimate gathering. So everyone who is present today is nothing less than family to us, and this means a lot. The copies of the book Insights Unveiled, a chronicle of perspectives, are available for sale at the end of the hall, and the refreshments are arranged for everyone outside the hall. I invite all the attendees to mingle, network, and also enjoy the refreshments while discussing the book and its themes further. So once again, I thank each and every one of you for being here with us. Have a lovely, lovely evening ahead. Thank you so much.